സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനമായിട്ടുള്ള ഒരു നല്ല ചിന്ത, നല്ല അറിവ് തരാനാണ് കേരളത്തിലെ മുഴുവൻ എൻ്റെ പ്രിയപ്പെട്ട അമ്മമാർക്കും സഹോദരിമാർക്കും അറിയേണ്ടതാണ്. ഇന്ന് ഒത്തിരി ആളുകൾ കാണിക്കാൻ വരുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. അവരിൽ 80% ആളുകൾക്കും തുമ്മുക, ചിരിക്കുക, ചുമക്കുക ചെയ്യുമ്പോൾ യൂറിൻ പോകും. അതൊരു വലിയ മാനസിക പ്രയാസമാക്കി കൊണ്ടു നടക്കുന്ന ധാരാളം സഹോദരിമാരുണ്ട്. എന്താണ് അതിൻ്റെ കാരണം, എങ്ങനെ അതിനെ മറികടക്കാം എന്ന നല്ല ചിന്തകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകുക. അപ്പോൾ ഇത് ശ്രദ്ധാപൂർവം കേട്ടിരിക്കണം. തുടക്കം ഒന്ന് കേട്ടേച്ചങ്ങ് തള്ളിക്കളയാതെ അവസാനം വരെ കൊണ്ടുപോകണം. എന്നിട്ട് എന്തൊക്കെ അതിനകത്ത് നമുക്ക് പ്രതിമരുന്നായിട്ട് നമുക്ക് ലളിതമായി ചെയ്യാൻ പറ്റും എന്നുള്ള നല്ല ചിന്തകളും അറിവുകളുമാണ് ഞാൻ തന്നുകൊണ്ടിരിക്കുക. അപ്പം അത് എല്ലാവരും ശ്രദ്ധാപൂർവം കേൾക്കുകയും അത് കഴിയുന്നവരെ ആ വീഡിയോ കാണുകയും അത് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്ന ഒരു വലിയ അഭ്യർത്ഥനയോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുക. ഈ യൂറിൻ ഇങ്ങനെ പോകാനുള്ള പ്രധാന കാരണം എന്താണെന്നറിയോ? ഒന്ന് ബൾക്കി യൂട്രസ് ആയിരിക്കും, മറ്റൊന്ന് വലിയ വയറായിരിക്കും, അമിത വണ്ണമായിരിക്കും. ഇവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ വരാനുള്ള സാധ്യതകൾ. ഈ സാധ്യതകളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നൽകുന്ന തിരിച്ചറിവുകൾ കേട്ട് ഉൾക്കൊണ്ട് അതിൽ നിന്ന് മോചനം തേടാൻ കഴിയണം. അപ്പോൾ ഈ ഗർഭപാത്രത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള പേശികൾ ലൂസാകുന്നതാണ് ഒരു പ്രധാന കാരണം. ലൂസായി പോകുന്ന പേശികൾ അപ്പോൾ ആ ഗർഭപാത്രത്തിനെ ടൈറ്റ് ചെയ്ത് നിർത്താൻ പറ്റാതെ വന്ന് അത് മെല്ലെ യൂറിൻ ബ്ലാഡറിലേക്ക് മെല്ലെ തട്ടാൻ തുടങ്ങും, അടുത്തേക്ക് വരും. അപ്പോൾ നമ്മൾ ചുമയ്ക്കുക, ചിരിക്കുക, തുമ്മുക ഒക്കെ ചെയ്യുമ്പോൾ ടച്ചാവും, യൂറിൻ പോകും. അപ്പോൾ ഈ യൂറിൻ ബ്ലാഡറിൽ മുഴുവൻ യൂറിൻ പോകില്ല, കെട്ടിക്കിടക്കും. നമ്മൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഡോക്ടറോട് പോയി പറയാനും നാണക്കേടും മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഞാൻ ഗുരുകുല പഠനത്തിൽ നിന്ന് അറിഞ്ഞ ഈ വിരലുകൾ കയ്യിൽ വെച്ച് അതിൻ്റെ താളങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യമൊക്കെ അങ്ങോട്ട് പറയും. അപ്പോൾ അവർ പറയും ഉള്ളതാണ്, ഞങ്ങൾക്ക് പലപ്പോഴുമുണ്ട്, വലിയ പ്രയാസമാണ്, ഞാനൊന്ന് ഹജ്ജിന് പോകാനായിട്ട് ഒരുങ്ങുകയാണ്, ഉംറയ്ക്ക് പോകണം അതിന് മുൻപ്, ആ സമയത്തൊക്കെ ഇതൊരു വലിയ ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു മാനസിക പ്രയാസം ഞങ്ങൾക്കുണ്ട്, പല ഡോക്ടർമാരെയും കാണിച്ചു, പല ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു, പക്ഷേ അവരൊന്നും തന്ന മരുന്നുകൾ കൊണ്ടൊരു ഗുണവും നമുക്കുണ്ടായിട്ടില്ല. പക്ഷേ ഡോക്ടർ ഈ കാര്യം അറിഞ്ഞിട്ടില്ല, ഈ രോഗി ആ കാര്യം പറഞ്ഞിട്ടുമില്ല. പറയുമ്പോൾ വലിയ മയമായിട്ട് പറയും, അതിൻ്റെ സീരിയസ് ആയിട്ട് പറയുകയല്ല. എന്നുവെച്ചാൽ ഈ യൂറിൻ ഇങ്ങനെ പോകുന്നുണ്ട്, ചിലപ്പോൾ മൂത്രമടയ്ക്കുന്നു പോകും എന്നൊക്കെ പറയും, തട്ടിയൊപ്പിച്ച് പറയും. പക്ഷെ ഞാനിത് കണ്ടുപിടിച്ച് അങ്ങോട്ട് പറയുന്നതുകൊണ്ട് അവർക്ക് വലിയ താല്പര്യമുണ്ട്, കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഗർഭപാത്രത്തിൽ ഫൈബ്രോയിഡുകൾ, ചെറിയ ചെറിയ മുഴകൾ മൾട്ടിപ്പിളായിട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാരത്തോടുകൂടി ഗർഭപാത്രം താഴോട്ടിരിക്കുകയും യൂറിൻ ബ്ലാഡറിൽ തട്ടി യൂറിൻ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഫൈബ്രോയിഡുകളെ ആദ്യം കളയാം. ഫൈബ്രോയിഡ് കളയാനുള്ള ഒരു നല്ല ലളിതമാർഗ്ഗമുണ്ട്. ചെറിയ കറ്റാർവാഴ, ചെറിയ കറ്റാർവാഴ ആയിരിക്കണം, വലിയ ഇലയുള്ള കറ്റാർവാഴയല്ല, ചെറിയ കറ്റാർവാഴ ആയിരിക്കണം. അതിൻ്റെ ഒരു ദളമെടുത്ത് കഴുകി ഇരു സൈഡിലെയും മുള്ളു കളഞ്ഞ് ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിയിൽ അരച്ച് 1/2 ഗ്ലാസ് നല്ല തൈരിൽ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. ഒരു 20 ദിവസം അടുപ്പിച്ചും കഴിച്ച് വളരെ ഫലപ്രദമാണ്. അപ്പോൾ ആ അറിവ് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, ഒന്നാണ്. രണ്ടാമത്തത്, അമിത വയറും അമിത വണ്ണവും അമിത കൊഴുപ്പും നിറഞ്ഞതാണെങ്കിൽ ഒരു കഷ്ണം കുമ്പളങ്ങ തോല് കളഞ്ഞ് ജ്യൂസ് അടിച്ച് രാത്രി മാത്രം കഴിച്ച് കിടക്കുക. അമിത ഭക്ഷണത്തെ ഒഴിവാക്കുക, നല്ല വ്യായാമം ഉണ്ടാകുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക. എന്ന് പറഞ്ഞാൽ 25 കിലോ ഉള്ള ഒരാൾക്ക് 1 ലിറ്റർ, 75 കിലോ ഉണ്ടെങ്കിൽ 3 ലിറ്റർ, 100 കിലോ ഉണ്ടെങ്കിൽ 4 ലിറ്റർ. അപ്പം അങ്ങനെ നമ്മൾ കാണണം വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ. പിന്നെ രാത്രി ആഹാരങ്ങൾ കുറയ്ക്കുക. മറ്റൊന്ന്,
ഈ തുമ്മൽ, ചുമ, ചിരിയൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. തുമ്മൽ കൂടുതലാണെങ്കിൽ നമുക്ക് തലയിൽ എന്താ എണ്ണ വെക്കണം എന്ന് ഓർക്കണം. തണുത്ത എണ്ണയാണെങ്കിൽ തുമ്മൽ കൂടും. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്കകത്ത് ഒരു 100 ഗ്രാം കുരുമുളക്, നല്ല കുരുമുളക് പൊടിച്ചിട്ട് 3 ദിവസം വെയിൽ കൊള്ളിച്ച് തലയിൽ തേച്ച് കുളിക്കുക. അത് പതിവാക്കുക. അപ്പോൾ ആ തുമ്മലും കാര്യങ്ങളൊക്കെ നിൽക്കും. കടുത്ത ചുമയാണെങ്കിലോ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി തേനിൽ ചാലിച്ചതിന് ശേഷം 15 തുള്ളി ചെറുനാരങ്ങാ നീര് കൂടി ഒഴിച്ച് ചാലിച്ച് കഴിക്കുക. അപ്പോൾ ചുമയും കുറയും. എന്നും വേണ്ട, ഒരു 5 ദിവസം മാത്രം ദിവസം ഒരു നേരം. അപ്പം അങ്ങനെ പതിവായിട്ട് നമ്മൾ കുറച്ച് ദിവസം അടുപ്പിച്ചങ്ങ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചുമയും മാറും. ആ ചുമ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറും. അപ്പോൾ അതിനെയൊക്കെ കാരണത്തെയൊക്കെ പരിഹരിച്ച് വേണം നമുക്ക് വരാനായിട്ട്. പിന്നെ നമ്മളുടെ ഈ യൂട്രസ് താഴോട്ടിരിക്കുന്നതിന് വളരെ നല്ല ഒരു അറിവാണ് ഇനി പറയുന്നത്. നമ്മൾ ബെഡിലാണെങ്കിൽ മതി, തലയണ വെക്കാതെ ഒന്ന് കിടക്കുക. ആ തലയണ ചന്തിൻ്റെ അടിയിലൊന്ന് വെക്കുക. അപ്പോൾ വയറ് അല്പം പൊന്തും. ഇങ്ങനെ വരും, തല താഴെയും കാല് താഴെയും. അപ്പം അങ്ങനെ വരുമ്പോൾ വയറൊന്ന് പൊന്തുമ്പോൾ ഒരു 4-5 അല്ലെ 5 ഇഞ്ച്, ഒരുപാടൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ തലയണ വെച്ചൊന്ന് പൊന്തിക്കുക. ആ പൊന്തിച്ചിട്ട് അരമണിക്കൂർ അങ്ങനെ കിടക്കുക. അപ്പോൾ ആ അരമണിക്കൂർ കിടക്കുമ്പോൾ ഈ അടിവയറിൻ്റെ അങ്ങോട്ട് കൈ നമ്മൾ ചേർത്ത് കൊരുത്ത് പിടിച്ച് ഈ വയറിൻ്റെ മേളിലേക്കൊന്ന് നന്നായി മുകളിലേക്ക് ശ്വാസം എടുത്തുകൊണ്ട് വരും. ഇങ്ങനെ മുകളിലേക്ക് അതുപോലെ ശ്വാസം എടുത്തുകൊണ്ട് വയറിനെ ഒന്ന് മേളിലേക്ക് കൊണ്ടുവരും മെല്ലെ. അങ്ങനെ ഒരു 3-4-5 പ്രാവശ്യം ദിവസം ചെയ്യുക. അപ്പം അങ്ങനെ അത് നമ്മൾ അരമണിക്കൂർ ചെയ്യുക. അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെ മലന്ന് കിടന്ന് എഴുന്നേക്കരുത് കേട്ടോ. ചെരിഞ്ഞ് കിടന്ന് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എണീക്കാവുള്ളൂ. പക്ഷേ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. ഒന്നുകിൽ രാവിലെ വെറും വയറ്റിൽ ചെയ്യുക, അല്ലെങ്കിൽ ഉച്ചഭക്ഷണത്തിന് തൊട്ട് മുമ്പായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ വൈകുന്നേരം കഴിക്കാതെ രാത്രി ഭക്ഷണത്തിന് തൊട്ട് മുമ്പായിട്ട് ചെയ്യുക. അത്രയും ഇടവേളയെങ്കിലും വേണം. ഭക്ഷണം ദഹനം പൂർത്തിയായതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെ നമ്മളൊന്ന് പതിവായി ചെയ്താൽ നമ്മുടെ ഈ ഗർഭപാത്രം ഇറങ്ങി വരുന്നതിനെ, താഴ്ന്നു പോകുന്നതിനെ, അതുകൊണ്ടുണ്ടാകുന്ന ചുമയ്ക്കുക, ചിരിക്കുക, തുമ്മുക ചെയ്യുമ്പോഴുള്ള മൂത്രം പോകലിനെയൊക്കെ നമുക്ക് ശമിപ്പിക്കാൻ കഴിയും. ലളിതമായ ഈ കാര്യങ്ങൾ നമ്മൾ ആദ്യം പ്രയോഗിക്കാൻ നോക്കുക. ഇനി മറ്റൊന്ന്, നമ്മൾ വയറ് കൂടുതലാണെങ്കിൽ പലകക്കട്ടിലിലോ അല്ലെങ്കിൽ തറയിലോ രാവിലെ എഴുന്നേക്കുന്ന പാടി ഒന്ന് കമിഴ്ന്ന് കിടക്കുക. കൈ രണ്ടും പുറകോട്ട് കെട്ടുക, പുറകോട്ട് ചേർത്ത് പിടിക്കുക. എന്നിട്ട് കാലും തലയും മാത്രം മുകളിലേക്ക് പൊന്തിക്കുക. തല മുകളിലേക്ക് പൊന്തിക്കുക, കാലിൻ്റെ മുട്ട് മുതൽ മുകളിലേക്ക് പൊന്തിക്കുക. അങ്ങനെ പൊന്തിച്ച് നമ്മൾ ഒരു 10 സെക്കൻഡ്, അങ്ങനെ 30 സെക്കൻഡ് 3 പ്രാവശ്യം അങ്ങനെ ചെയ്യാം. ഈ അരമണിക്കൂർ ഈ ചന്തിയുടെ അടിയിൽ തലയണ വെച്ചിട്ടുള്ള കിടപ്പും നിങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കണം. ഇതൊക്കെ നമ്മളുടെ ഈ തുമ്മുക, ചിരിക്കുക, ചുമക്കുക ചെയ്യുമ്പോഴുള്ള യൂറിൻ പോകുന്നതിനെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. എന്നെ കേൾക്കുന്ന ഒത്തിരി അമ്മമാർ, സഹോദരിമാരുണ്ട്. അവർക്കായിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുക. അപ്പോൾ കാരണം അവർക്കാണ് ഇത് ആവശ്യമുള്ളത്. അവർക്ക് പറയാൻ, മറ്റുള്ളവരോട് പറയാനൊരു മാനസിക വിഷമം ഉണ്ടാവും. പലപ്പോഴും ഡോക്ടറെ കാണിക്കാറുണ്ടാവും. ഡോക്ടറോട് പറയുമ്പം ഡോക്ടറോട് മുഴുവൻ പറയില്ല. ഡോക്ടർ ചിലപ്പോൾ ഇത് അറിഞ്ഞോണമെന്നുമില്ല, ഡോക്ടറോട് പറഞ്ഞോണമെന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ ഒക്കെയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ഇത് ഞാൻ ഈ പറഞ്ഞു തരുന്ന ലളിതമായിട്ടുള്ള ഗ്രഹവൈദ്യ അറിവുകൾ കൊണ്ട് നമുക്കിതിനെ പരിഹരിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ പേശികൾ ലൂസായി പോകുന്നതിനെ നമുക്ക് നന്നായി ആ പേശികളെ നമുക്കൊന്ന് ഉറപ്പിക്കാനൂടെ കഴിയണം. അതിന് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഈ നല്ല എക്സസൈസും അമിത ആഹാരങ്ങളുടെ കുറവുകളും ഒക്കെ ആക്കി ഒരു നിറവുകളാക്കി നമ്മൾ വരണം. ആഡംബരമായിട്ടുള്ള ജീവിതവും അത്യധികമായിട്ടുള്ള മാംസ്യാഹാരങ്ങളുടെ ഉപയോഗങ്ങളും ഒക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അതിജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ നമുക്ക് ഈ ഇന്ന് അങ്ങോളം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള സ്ത്രീകളൊക്കെ വരുന്ന ഒരു പ്രശ്നമാണ് ഇത്, ഈ യൂറിൻ പോകുന്ന പ്രശ്നം. അത് പരിഹരിക്കാൻ പറ്റും, നമുക്ക് പരിഹരിക്കാതിരിക്കാൻ ആവില്ല. എന്നുവെച്ചാൽ നമ്മൾ കുറേ മരുന്ന് കൊണ്ടോ ഗുളിക കൊണ്ടോ മാറില്ല എന്നോർത്ത് ഞാൻ പറയുന്നത് ഡോക്ടറെ കാണിക്കരുത് നല്ല കേട്ടോ. ഡോക്ടറെ കാണിക്കുന്നതിന് ഡോക്ടറെ കാണിക്കണം, മരുന്നൊക്കെ വാങ്ങിക്കണം. പക്ഷേ ലളിതമായിട്ടുള്ള ഈ ഗ്രഹവൈദ്യം കൊണ്ട് നമുക്കിതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും. അത് നമ്മുടെ ഈ ഒരു നല്ല ചിന്ത നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കണം, അത് പ്രാവർത്തികമാക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അനേക സ്ത്രീകളുണ്ട്, അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ അവരും ഇത് കാണും, അവരും ഇത് പ്രായോഗികമാക്കും. ജീവിതത്തിൽ പ്രവൃത്തിയാക്കി മാറ്റിക്കൊണ്ട് ഈ ഒരു വലിയ മാനസിക പ്രയാസത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് അവർക്ക് കഴിയും. അപ്പോൾ നമ്മൾ ഈ കറ്റാർവാഴ ജ്യൂസ് കഴിക്കാൻ മറക്കണ്ട. ആ കറ്റാർവാഴയുടെ ജ്യൂസ് കഴിക്കുന്ന വഴി ഫൈബ്രോയിഡിനെ കുറയും. പിന്നെ ഈ കുമ്പളങ്ങ ഒരു ജ്യൂസ് നമ്മൾ കഴിക്കാൻ മറക്കണ്ട.
അത് കഴിക്കുന്നത് വഴി നമ്മുടെ ആ ഫാറ്റ് കൊഴുപ്പൊക്കെ പോകും. ഈ തലയണ വെച്ച് കിടക്കുന്ന കാര്യം മറക്കണ്ട. അത് നമുക്ക് യൂട്രസിനെ പുറകോട്ട് വലിക്കാനായിട്ട് സഹായിക്കും. വയർ കുറയ്ക്കാനുള്ള വ്യായാമം, ഈ കൊഴുപ്പ് ഇല്ലാതാക്കാനുള്ള ചിന്തകൾ, 25 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം എന്ന നിലക്ക് നമ്മൾ കഴിക്കണം. അങ്ങനെ കഴിച്ചുകൊണ്ട് നമ്മളുടെ ആ ഫാറ്റി ബൾക്കി യൂട്രസും ചുരുക്കാനും പേശികളെയൊക്കെ നമുക്ക് അവിടെ നിന്ന് നന്നായി ഉറപ്പിക്കാനും ഒക്കെ സഹായിക്കും. പിന്നെ നമ്മൾ മറ്റൊന്ന് അറിഞ്ഞിരിക്കേണ്ടത്, നമ്മളിതൊക്കെ ചെയ്യുമ്പോഴും വലിയ ബെഡ് എന്ന് പറഞ്ഞാൽ മീൻസ് 1 അടി 2 അടിയുടെയൊക്കെ ബെഡുകളുണ്ട്, സ്പ്രിങ് ആക്ഷനുള്ള. അതിൽ കിടക്കരുത്. ഒന്നുകിൽ കനം കുറഞ്ഞ ബെഡിൽ കിടന്നുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. ഒരു 3 ഇഞ്ച് 2 ഇഞ്ച് 4 ഇഞ്ച് ആ മിനിമം അതിലേ കിടക്കാവുള്ളേ. വലിയ ബെഡിൽ കിടക്കരുത്. വലിയ ബെഡിൽ കിടക്കുമ്പോൾ അത് അതിനേക്കാൾ ദോഷമാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല. പിന്നെ കുനിഞ്ഞ് ഒരു വെയിറ്റും എടുത്ത് പൊന്തിക്കരുത്. കുനിഞ്ഞ് ആർക്കും ചുവട് പിടിച്ചു കൊടുക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ വയറിനാണ് ബലം വരുന്നത്. അപ്പം അതുകൊണ്ട് അതും നമുക്ക് ദോഷകരമാണ്. അങ്ങനെ വരാതിരിക്കട്ടെ. അപ്പം നമുക്ക് നമ്മുടെ ഈ പ്രയാസം നമ്മളിൽ നിന്ന് മാറട്ടെ. അത് ഈ ഒത്തിരി ആളുകളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് ഈ നല്ല ചിന്ത, നല്ല അറിവുകൾ അവരിലേക്ക് എത്തിക്കണം. നന്ദി, നമസ്കാരം.